ആ ഹബീബായ തങ്ങളെ സൗന്ദര്യത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? ആർക്കാണ് ഹബീബായ തങ്ങളുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ കഴിയുക? അതേ ഖുറൈശി തറവാട്ടിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം നൽകിയപ്പോൾ നബി തങ്ങൾ തൊട്ടിലാടുകയാ. ഖുറൈശികൾ ആകാശലോകത്തേക്ക് നോക്കിയപ്പോ ചന്ദ്രനാടിക്കളിക്കുകയാ. ഹബീബിന്റെ മുഖത്തിന്റെ അംഗലാവണ്യം കൊണ്ട് ഇന്ന ബൈതൽ അൻത സാകിനുഹു ലൈസ മുഹ്താജൽ ഇലാ സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. അമ്പിളി പോൽ ജ്വലിച്ചവരെ ഉമ്മ ആമിന ബീവി തന്നവരെ ആഖിറ നാളിൻ രക്ഷകരെ അന്ന് അത്ഭുതമാൽ പിറന്നവരെ. അമ്പിളി പോൽ ജ്വലിച്ചവരെ ഉമ്മ ആമിന ബീവി തന്നവരെ ആഖിറ നാളിൻ രക്ഷകരെ അന്ന് അത്ഭുതമാൽ പിറന്നവരെ. മക്കത്തുദിത്തുള്ള നബിയോരെ നല്ല അൽ അമീനായ ശഫീഓരെ അബ്ദുള്ള തന്നുടെ കനിമകനെ അലം ആകയും വാഴ്ത്തുന്ന തുതിമലരെ. അമ്പിളി പോൽ ജ്വലിച്ചവരെ ഉമ്മ ആമിന ബീവി തന്നവരെ ആഖിറ നാളിൻ രക്ഷകരെ അന്ന് അത്ഭുതമായി പിറന്നവരെ. അത്ഭുതം നിറഞ്ഞുള്ള ജൽബമതേ അന്ന് വാനവിൽ മർഹബ പാടിയതേ. ആകാശം ഏഴിലും ഹൂറികളും അന്ന് മർഹബ പാടി തരുണികളും. അമ്പിളി പോൽ ജ്വലിച്ചവരെ ഉമ്മ ആമിന ബീവി തന്നവരെ ആഖിറ നാളിൻ രക്ഷകരെ അന്ന് അത്ഭുതമായി പിറന്നവരെ. അഴകിന്റെയും അഴക് സയ്യിദുൽ വജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റു ആളുകൾ കഥാപ്രസംഗങ്ങളൊക്കെ പറയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും മറ്റും സൗന്ദര്യങ്ങളെ വർണ്ണിക്കലുണ്ട്. അല്ല എല്ലാ സൗന്ദര്യത്തിന്റെയും കേദാരം നബിതങ്ങളല്ലയോ? ആ നബിതങ്ങളുടെ പരിപൂർണമായ സൗന്ദര്യം അല്ലാഹു പ്രകടിപ്പിക്കുകയായിരുന്നെങ്കിലോ ആഖിറ ലോകത്ത് വെച്ച സൗന്ദര്യം മുഴുവനും ആസ്വദിക്കാനും അല്ലാഹു ജല്ല വഅല നമുക്ക് തൗഫീഖ് തരട്ടെ. എങ്ങനെയാണ്? 14 രാവ് പോലെ അല്ലല്ല അതിലും മേലെ 12 വന്ന റസൂലേ യാ റസൂലല്ലാഹ് അല്ലാഹ് യാ ഹബീബല്ലാഹ്. 14 രാവ് പോലെ അല്ലല്ല അതിലും മേലെ 12 വന്ന റസൂലേ യാ റസൂലല്ലാഹ് അല്ലാഹ് യാ ഹബീബല്ലാഹ്. അഴകിൽ മീകന്ത പൂവേ അബ്ദുള്ള തന്നുടെ മോനെ ആലമിൻ സബബായി വന്ന നബിയേ ആലം ആകവാഴ്ത്തും അൽ അമീനായി വന്ന നബിയേ. 14 രാവ് പോലെ അല്ലല്ല അതിലും മേലെ 12 വന്ന റസൂലേ യാ റസൂലല്ലാഹ് അല്ലാഹ് യാ ഹബീബല്ലാഹ്. പാരാഗനൂറ് പരത്തി അന്ന് തിങ്കൾ 12 എത്തി
പാലോളി ചന്ദ്രിക തോൽക്കും റസൂലിന്റെ കാന്തി അമ്പവന്റെ ആറ്റൽ ഹബീബായ തങ്ങളല്ലേ അമ്പരത്തിൽ അമ്പിളി ചിരിച്ചതും വന്നല്ലേ 14 രാവ് പോലെ അല്ല അതിലും മേലെ 12 വന്ന റസൂലേ യാ റസൂലല്ലാഹ് അല്ലാഹ് യാ ഹബീബല്ലാഹ് പറയാൻ വരുത്തുണ്ട് കീർത്തി അല്ല പറയാൻ അറിയില്ല തീർത്തു സാരസ പൂവിനെ ഓർത്ത് അല്ല കാണാനായി തേങ്ങുന്നു ഞാനും ആ മുഖത്തിൽ എങ്കലെന്ന് ഹോറികളും കണ്ട് വട്ടമിട്ട് മാനമതിൽ മർഹബ ഉരത്ത് 14 രാവ് പോലെ അതിലും മേലെ 12 വന്ന റസൂലേ യാ റസൂലല്ലാഹ് അല്ലാഹ് യാ ഹബീബല്ലാഹ് അവിടുത്തെ ഓരോരോ ലക്ഷണങ്ങൾ ഓരോതിൻ്റെ സവിശേഷതകൾ അവിടുത്തെ ഷെയർ മുബാറക്കിന്റെ പ്രത്യേകതയൊന്ന് പറയാം അവിടുത്തെ നിഗത്തിന്റെ പ്രത്യേകതയൊന്ന് പറയാം അവിടുത്തെ കൗളിന്റെ പ്രത്യേകതയൊന്ന് പറയാം അവിടെ നിറത്തിന്റെ പ്രത്യേകതയൊന്ന് പറയാം അവിടുത്തെ അതരത്തിന്റെ പ്രത്യേകതയൊന്ന് പറയാണ് അവിടുത്തെ നോട്ടത്തിന്റെ പ്രത്യേകതയൊന്ന് പറയാണ് അവിടുത്തെ നെറ്റിത്തടത്തിന്റെ പ്രത്യേകതയൊന്ന് പറയാണ് അവിടുത്തെ പുഞ്ചിരിയുടെ പ്രത്യേകതയൊന്ന് പറയാണ് ശമാഇലുൽ മുഹമ്മദിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ എത്ര വർണ്ണനകളാ വെള്ള നിറമുള്ള ചോകപ്പതിൽ കലർന്നുള്ള നിറത്തിൻ്റെ ഉടമയ എൻ്റെ ഹബീബ് ചന്തം പരിപൂർണ ചന്ദ്രൻ പോലെ മിന്നുൽ നൂറ് വെള്ള നിറമുള്ള ചുവപ്പതിൽ കലർന്നുള്ള നിറത്തിൻ്റെ ഉടമയ എൻ്റെ റസൂല് ചന്തം പരിപൂർണ ചന്ദ്രൻ പോലെ മിന്നും നൂറ് ഓടയവൽ കാനിന്തുള്ള പാവിഴമ്പോൾ തിളങ്ങുന്ന പരിപൂർണനായി വന്നുള്ള മുത്ത് റസൂല് നല്ല ഓലഗീതിൽ ലംഘിടുന്ന കനകനിലാവ് വെള്ള നിറമുള്ള ചുവപ്പതിൽ കലർന്നുള്ള നിറത്തിൻ്റെ ഉടമയ എൻ്റെ ഹബീബ് ചന്തം പരിപൂർണ ചന്ദ്രൻ പോലെ മിന്നും നൂറ് ഓ മദീനത്ത് മാണം വീശും തേരോറൗലയിൽ തിളങ്ങുന്ന കനിയല്ലോ കമറല്ലോ മുത്ത് റസൂല് നല്ല കനിയടം ഹബീബായ തിരുനബിയോരേ വെള്ള നിറമുള്ള ചുവപ്പതിൽ കലർന്നുള്ള നിറത്തിൻ്റെ ഉടമയ എൻ്റെ ഹബീബ് ചന്തം പരിപൂർണ ചന്ദ്രൻ